ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പെരുമ്പിലാവ് വന്നെടുക്കുകയാണ്. ഏതാ മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുടക്കം മൂവിയില്ലേ, അത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, അതായത് ചങ്ങനാകുളത്ത് നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ അക്കിക്കാവുന്ന അമ്മയും പിന്നെ അതേപോലെ നാത്തൂനും മോളും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫാൽക്കൺ മാളിൽ തിയേറ്ററില്ലേ, അവിടെയാണ് വന്നെടുക്കുന്നത് പടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വന്നിരുന്ന് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് 11 മണിക്കാണ് മൂവി ഇട്ട് രാവിലെ. അപ്പോൾ ആദ്യം സ്കൂളിൽ വിട്ടിട്ട് ഞാൻ നേരെ വന്നതാണ്. അപ്പോൾ ആൾക്ക് മൂവി അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ അവനെ കൊടുന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് കാണാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ വരികട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ വന്നു. പിന്നെ നമ്മൾ സമയം ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ പോയിട്ടാണ്, മുകളിലായിരുന്നു, അതായത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. സെക്കൻഡ് ഫ്ലോറോ തേർഡ് ഫ്ലോറോ ആയാണ് കേട്ടോ മൂവി. സെക്കൻഡ് ഫ്ലോർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതാ നമ്മൾ തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും പറയാനില്ല, എന്താ പറയുക, നല്ല അടിപൊളി തിയേറ്ററാണ്. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു നല്ല തിയേറ്റർ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടി നമുക്കിപ്പോൾ എളുപ്പമായിട്ടാണ്. മറ്റേ നമ്മൾ കുന്നംകുളത്തോ അല്ലെങ്കിൽ ചങ്ങനാകുളത്തോ ഒക്കെയാണ് മൂവി കാണാൻ വരാറ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സൗകര്യമായി നമ്മുടെ അടുത്ത് തന്നെ തിയേറ്റർ വന്നപ്പോൾ അങ്ങനെ അതാ കൗണ്ടറിൽ നമ്മുടെ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ടായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ തിയേറ്ററിൽ വന്ന് നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കമ്പാരിറ്റീവ്ലി ആളുകൾ കുറവായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ ഒരു 11 മണി എന്നുള്ള ടൈമാണല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ ആൾക്കാരൊന്നും ഇല്ലാത്തത്. അങ്ങനെ അതാ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബാക്കിൽ തന്നെയായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എക്സിക്യൂട്ടീവ് സീറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂവിനെ കുറിച്ചൊന്നും പറയാനില്ല, നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും നല്ല മൂവി തന്നെയാണ്. കുറച്ച് സ്റ്റണ്ടൊക്കെ ഉള്ളൊരു പടമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും കാണാത്തവരൊക്കെ പോയിട്ട് തീർച്ചയായിട്ടും കാണുക കേട്ടോ. ഞാൻ കഥയൊന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇൻ്റർവെൽ ആയപ്പോൾ നമ്മളിതാ സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഐസ്ക്രീമാണേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 മാംഗോയും പറഞ്ഞു, പിന്നെ ആമിക്കുട്ടിക്ക് സ്ട്രോബെറിയും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഉള്ളിൽ കയറി വന്നിട്ട് നമ്മളിതാ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു മൂവിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടീനേജേഴ്സ് എന്നല്ല, എല്ലാവരും അങ്ങനത്തെ ഒരു പടം കൂടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണാം. അങ്ങനെ അതായത് പടമൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ മൂവിയുടെ ഓരോ കാര്യങ്ങളും ഒക്കെ പറയുകയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ കോമഡി പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ ഈ പടം ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അമ്മ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ പടമൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ താഴെ നെക്സോസ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നുമില്ല, വളരെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി താഴത്തേക്ക് വന്നതാണ്. പിന്നെ ആമി അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൂവിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങാനുള്ള സാധനങ്ങളും കൂടെ പെട്ടെന്ന് വാങ്ങിച്ച് അമ്മ അവിടെ ബില്ലൊക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഹോട്ടലിലേക്കാണ്. കാരണം നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ആയപ്പോഴത്തേനും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു മലബാർ ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാലും ഈ ചിക്കൻ ബിരിയാണി തന്നെയാണ് കൂടുതൽ പറയാറ്. അപ്പോൾ അത് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ചേച്ചി ഒരു നെയ്ച്ചോറാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവി ടൈപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ 65 കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആമി ഒരു ഫ്രൈഡ് റൈസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എഗ് ഫ്രൈഡ് റൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ കഴിക്കണില്ല, നോണൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മ ഒരു ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പൈനാപ്പിൾ ജ്യൂസും പിന്നെ എന്തോ സ്നാക്സ് ഐറ്റമായിട്ട് സമൂസയോ അങ്ങനെ എന്തോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ അത് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇതാ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ലൈം സോഡയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഒന്ന് സെറ്റ് ആവണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ കുടിച്ചിട്ട് ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരെ ചങ്ങനാകുളത്തേക്ക് പോവാണ്, അവരങ്ങോട്ട് വീട്ടിലേക്കും പോവാണ് കേട്ടോ. അപ്പോൾ അതാ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോകും അവർ. ഞാൻ പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനും വണ്ടി എടുത്ത് വീട്ടിലെത്തി പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നെക്സ്റ്റ് പോണത് നമ്മൾ ചങ്ങനാകുളത്തേക്ക് തന്നെയാണ്. അച്ഛനെ കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് റൂമൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് ടൈൽസ് നോക്കാൻ വേണ്ടി പോവുകയാണേ. പിന്നെ അത് അമ്മയുടെ പരിപാടിക്ക് കടന്നിട്ടുണ്ട്. ഇപ്പം അമ്മയുടെ പരിപാടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതായത് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയലൊക്കെ അമ്മ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് അമ്മ ഓരോ മോഡലും കാര്യങ്ങളൊക്കെ വെട്ടണത്. എന്നാലും ഫസ്റ്റ് ഒരു ഫ്രോക്ക് നൈറ്റ് അടിച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ അത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഗ്രീഷ്മ അത് അവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂട്ടിയിലാണേ പോണേ. അച്ഛൻ്റെ
അച്ഛൻ്റെ സ്കൂട്ടി രീഷ്മയുടെ വണ്ടിയിലാട്ടോ പോണത്. അപ്പോൾ അച്ഛന് എപ്പോഴും ഈ ബൈക്ക് ഉണ്ടെങ്കിൽ കൂടി അച്ഛന് എപ്പോഴും സ്കൂട്ടി ഓടിക്കാനാട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ലോങ്ങൊക്കെ പോവുകയാണെങ്കിൽ മാത്രമാണ് അച്ഛൻ ബൈക്ക് എടുക്കുക. അപ്പോൾ പിന്നെ വീട്ടിൽ 2 സ്കൂട്ടികളുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടാളും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എവിടേക്ക് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാട്ടോ രണ്ടാളും പോണത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴത്തൊക്കെ നമ്മൾ ടൈൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാർവൽ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ചങ്ങനകുളത്ത്, അവിടെ നിന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ നമ്മുടെ മാന്തളത്തിൽ ഷോപ്പുണ്ട് കേട്ടോ, പക്ഷേ ഇവിടെ സെലക്ഷൻ ഉണ്ടെങ്കിലും റേറ്റും കാര്യങ്ങളും കുറച്ച് കൂടുതലാണ്. അപ്പോൾ പിന്നെ നമ്മൾ മാർവലിക്ക് തന്നെയാണ് ഫസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ അച്ഛൻ വണ്ടി വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് ഇവിടെയൊക്കെ വരണത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പാടെ അകത്തേക്ക് പോയിട്ട് നമ്മൾ ടൈൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ടൈൽസ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതേപോലെ തന്നെ റേറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജോൺസൺ എന്നുള്ള കമ്പനി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ റേറ്റിന് അത്ര എന്താ പറയുക, അത്ര ഭംഗിയൊറ്റേ തോന്നണില്ല കേട്ടോ. നമുക്ക് ക്വാളിറ്റി ഉണ്ടാവുമായിരിക്കാം, പക്ഷെ നമുക്ക് അത്ര ഭംഗിയൊന്നും തോന്നിയില്ല. അപ്പോൾ പിന്നെ വില എല്ലാം കൊടുത്തിട്ട് വലിയ ഭംഗിയില്ലാത്ത എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം വേറൊരു ഷോപ്പിലും കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ജോൺസൺ അങ്ങനെ കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കമ്പനീസും ഉണ്ടായിക്കോളണം എന്നില്ലല്ലോ എല്ലാ ഷോപ്പിലും. മാന്തളത്തിൽ നമുക്കൊരു ഷോപ്പുണ്ട്, അവിടെ കജാരിയ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ, ബ്രാൻഡഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന MP ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണേ. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് പരിചയമുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ അവിടെ സ്റ്റാഫായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കടന്നിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലോർ ടൈലും വേണം, അതേപോലെ വാൾ ടൈൽ വേണം, പിന്നെ ബാത്റൂമിക്കൊക്കെ ടൈൽ വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലോറിലേക്ക് ഈ ഒരു ബ്ലാക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ആഷ് കളർ വരണം, അങ്ങനത്തെ ഒരു ടൈപ്പ് ടൈലാട്ടോ നമ്മൾ ഫ്ലോറിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്ലോർ എല്ലാം പാടെ. പിന്നെ അതേപോലെ ബാത്റൂമിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്രീനും പിന്നെ വൈറ്റും കൂടെ ഇട്ടുള്ള അങ്ങനത്തെ ഒരു ടൈലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതാ ഈ ഒരു വീഡിയോയിൽ കാണില്ല, ഈ ഒരു ടൈലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് രണ്ടും ഞങ്ങൾ ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് സിറ്റ് ഔട്ടിലേക്ക് വോളിക്ക് വേണ്ട ടൈലാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാളിൻ്റെ അറ്റത്ത് വരണ ഒരു ടൈലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാനുള്ള ടൈം ആയല്ലോ. അപ്പോൾ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ, അമ്മ വീട്ടിൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ചങ്ങനകുളത്ത് മിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്നാക്സൊക്കെ കിട്ടണത് പല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാം, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകാമല്ലോ, എന്നിട്ട് ചായ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ കടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മൾ കടികളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് ആ ഒരു ഷോപ്പിൻ്റെ ഓണർ വരുന്നത് അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും പാടെ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. SLCക്ക് ഒപ്പം പഠിച്ചതാണെന്ന് കേട്ടോ പറഞ്ഞത്. ഇനി ഇത് കണ്ണൂർ സ്പെഷ്യൽ എന്തോ ഒരു ഐറ്റം ആണെന്ന് പറഞ്ഞു കേട്ടോ, എന്തോ ഒരു പേര് പറഞ്ഞു, ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കട്ട്ലേറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.